എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് ഒരുവിധം സുഖം തന്നെ. പിന്നെ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ എന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം, കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതെല്ലാം ചേർത്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? ഇവിടെ ഒരു അന്തരീക്ഷം, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നേരം വെളുത്തുന്നത്. പിന്നെ നമുക്കിനി വേറെ ഒന്നും പറയാനില്ല. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിനിടയ്ക്ക് കുറച്ച് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ വച്ചേക്കും. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു 3-4 പ്രാവശ്യം ശുദ്ധജലത്തിൽ കഴുകി വെള്ളം വാർന്നെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാവൂ കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ കുറച്ച് വിനാഗിരി ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിക്കുന്നത് നല്ലതാണ്. ഹായ്, ഞാൻ ഇത് നന്ന പോയപ്പോൾ ഇവിടെ കയറിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയോ? എൻ്റെ സഹോദരൻ എന്നും ഇതുവഴി നടക്കാൻ പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറി. അപ്പോൾ എന്തോ കഴിക്കണമെന്നും കൂടെ പറഞ്ഞു കൊടുക്കുക. ഗ്രേപ്സ് കഴിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്നത്, എന്നും ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന്. ഹായ് പറയാണ്. പിന്നെ എന്തോ പറയണമെന്നുണ്ട്, വരണില്ല കേട്ടോ, സുഖമില്ലാത്തത് കൊണ്ടേ. ഗ്രേപ്സ് കഴിക്കുക. നീ എന്തുമാത്രം ഗുളിക ഡെയിലി കഴിക്കുന്ന, ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കണം. എല്ലാ ഗ്രേപ്സും കഴിക്കുക. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മീൻ ചാളയാണ്. കുഞ്ഞു ചാളയെന്നും മത്തിയെന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ പറയും. തീരെ കുഞ്ഞാണ്. നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത്. എനിക്കിഷ്ടപ്പെട്ട മീനാണ് ചാള. തലയും വാലും കളഞ്ഞിട്ട് അതിൻ്റെ ചെതുമ്പലുകളും കളഞ്ഞ് 4-5 വെള്ളം കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്താലേ നല്ല ചിപ്സ് പോലെ ഇരിക്കും. ഇന്ന് കിച്ചണിൽ ഞാനൊരു സ്പെഷ്യൽ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഊണിന് വേണ്ടിയിട്ട്. അതായത് ഇഞ്ചി കിച്ചടി. ഇഞ്ചി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ സുലഭമായ ഇഞ്ചി. ഈ ഇഞ്ചി വളരെ വയറിന് വളരെ ദഹനക്കേടിനും അസിഡിറ്റി, നെഞ്ചരിച്ചതിനൊക്കെ വളരെ നല്ലൊരു മെഡിസിൻ കൂടിയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ദിവസവും ഒരു കഷ്ണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെറുമായിട്ട് കഴിക്കാൻ പാടില്ല. ഇഞ്ചി 12 മണിക്കോ ഉച്ചയ്ക്ക് ശേഷമോ ഒക്കെ കഴിക്കാം. ഇത് ചേർത്ത് ഞാനൊരു കിച്ചടി വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി 2 പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. അതിന് കൂടെ അരയ്ക്കാൻ എടുത്ത് വച്ചിരിക്കുന്നതാണ് 2 പച്ചമുളക്, ഒരു നുള്ളി ജീരകം, അല്പം തേങ്ങ വളരെ കുറച്ചേ പാടുള്ളൂ. ഇഞ്ചി ആയിരിക്കണം എൻ്റെ ഹൈലൈറ്റ്. 2 ചെറിയ ഉള്ളി. അതിനോട് ചേർക്കേണ്ടത് തൈര്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഈ വെള്ളത്തിൽ വരെ തൈര് ചേർത്ത് വേണം അരയ്ക്കേണ്ടത്. ഇത്ര തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനോടിപ്പം ചേർക്കാൻ. പിന്നെ ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് അരച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കടുക് വറുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇഞ്ചി കിച്ചടി റെഡിയാവും. നോക്കാം, ഞാനിതിനെ മിക്സിയിൽ അരച്ചെടുക്കട്ടെ. അങ്ങനെ ഇഞ്ചി കിച്ചടി റെഡിയായി. ഞാൻ ടേസ്റ്റ് നോക്കി. എന്തൊരു ടേസ്റ്റ്! ഇഞ്ചിയുടെ എരിവും നമ്മുടെ തൈരിൻ്റെ ഒരു പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തത്. കുറച്ച് കൂടെ പുളിപ്പ് വേണമായിരുന്നു തൈരിന്. അതല്ല, തൈരിൻ്റെ പുളിപ്പും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എരിവ് കൂടെ ചേർന്നപ്പോൾ അതൊരു സമ്മിശ്രിതമായൊരു വേറൊരു ടേസ്റ്റായി മാറി. നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ലൊരു കറിയാണ് ചോറിന് വേണ്ടിയിട്ട്. വളരെ ദഹനത്തിനും എല്ലാത്തിനും പറ്റിയ, യാതൊരു സൈഡ് എഫക്റ്റോ യാതൊന്നും ഇല്ലാത്ത നല്ലൊരു മെഡിസിൻ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്,
എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.